ഓരോ തെരഞ്ഞെടുപ്പും ശരിക്കും പറഞ്ഞാൽ ഭരണനിർവഹണത്തിനുള്ള ഒരു ഡാറ്റാ എഞ്ചിനീയറിംഗ് പ്രോസസ് തന്നെയാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വോട്ടുകൾ വെറും അക്കങ്ങളല്ല, അവ ഓരോന്നും ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ശബ്ദങ്ങളാണ്. ഇന്ന് നമുക്ക് കേരളത്തിലെ കുന്നത്തൂർ എന്നൊരു മണ്ഡലത്തിലെ ഡാറ്റ ഉപയോഗിച്ച് ഒരു ജനവിധി എങ്ങനെ മികച്ച ഭരണത്തിനുള്ള ഒരു ബ്ലൂപ്രിന്റായി മാറ്റാമെന്ന് നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക വളരെ സങ്കീർണമാണല്ലേ. ഓരോ കോണിലും അതിൻ്റേതായ സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യേകതകളുമുണ്ട്. ഈ വലിയൊരു ക്യാൻവാസിൽ നിന്ന് നമ്മൾ കുന്നത്തൂരിലേക്ക് ഒന്ന് സൂമിൻ ചെയ്തു നോക്കാൻ പോവുകയാണ്. കാരണം ചിലപ്പോഴൊക്കെ ഒരു ചെറിയ മണ്ഡലത്തിലെ കണക്കുകൾക്ക് രാജ്യത്തിന് തന്നെ വലിയ പാഠങ്ങൾ നൽകാൻ സാധിക്കും. അപ്പോ എന്താണ് ഈ കുന്നത്തൂര് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? ഇത് കേവലം ഒരു ജയപരാജയത്തിന്റെ കണക്കല്ല. അതിലുപരി ജനങ്ങളുടെ വിശ്വാസം എങ്ങനെ നേടാം, അതുപോലെ തന്നെ അതെങ്ങനെ നഷ്ടപ്പെടാം എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു പഠനമാണ്. നമ്മുടെ ഈ വിശകലനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുന്നത്തൂർ എന്ന നിയമസഭാ മണ്ഡലത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ മണ്ഡലം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? കാരണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഒരുപോലെ ശക്തമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. കുന്നത്തൂർ ഒരു പട്ടികജാതി സംവരണ മണ്ഡലമാണ്. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇവിടെ വലിയ വൈവിധ്യമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് മൺട്രോ തുരുത്ത് പോലുള്ള കായലോര ജീവിതങ്ങൾ, മറുവശത്ത് ശാസ്താംകോട്ടയുടെ ഇടനാടൻ കാർഷിക സംസ്കാരം. ഈ വ്യത്യാസങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങളെയും സ്വാഭാവികമായും സ്വാധീനിക്കും. ഇനി അവിടുത്തെ സാമൂഹിക ഘടനയിലേക്ക് വന്നാൽ ജനസംഖ്യയിൽ ഏകദേശം 69% ഹിന്ദുക്കളാണ്, 18% മുസ്ലിങ്ങളും ഒരു 13%-നടുത്ത് ക്രിസ്ത്യാനികളുമുണ്ട്. ഇതിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ 17%-ലും കൂടുതലുണ്ട്. ഇവിടെയാണ് ഒരു നേതാവിന്റെ യഥാർത്ഥ കഴിവ് പരീക്ഷിക്കപ്പെടുന്നത്. ഈ എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസം ഒരേപോലെ നേടിയെടുക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുകയാണ്. ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ജനവിധി, സിറ്റിംഗ് എംഎൽഎയുടെ ഭൂരിപക്ഷത്തിൽ സംഭവിച്ച ആ വലിയ ഇടിവിലേക്ക് നോക്കൂ. 2016-ൽ ഭൂരിപക്ഷം 20,000-ൽ പരം വോട്ടുകളായിരുന്നു. വെറും 5 വർഷം കൊണ്ട് 2021-ൽ അത് എവിടെയെത്തി? 2790 വോട്ടുകളിൽ. ഇതൊരു ചെറിയ കണക്കല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. എന്തായിരിക്കും ഇത്രയും വലിയൊരു മാറ്റത്തിന് പിന്നിൽ? 2790. ഈയൊരു സംഖ്യ മതി ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇത്രയും നേരിയ ഭൂരിപക്ഷം കാണിക്കുന്നത് ജനങ്ങളിലൊരു വലിയ വിഭാഗത്തിന് ശക്തമായ അതൃപ്തിയുണ്ടെന്നാണ്. ഇത് ഭരണത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് വരെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വോട്ട് ഷെയറിലും കാര്യമായ ഇടിവുണ്ടായി. ഏകദേശം 4%-ൽ കൂടുതൽ. അതായത് പിന്തുണയിൽ വ്യക്തമായ ഒരു ചോർച്ച സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന ഏറ്റവും വലിയ ശക്തിയാണ് വോട്ടിലൂടെ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം പൊതുസംവാദങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. ഒപ്പം ഓരോ വ്യക്തിയുടെയും അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ഈ അക്കങ്ങൾക്കെല്ലാം പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, അവരുടെ ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങൾക്ക് നമ്മൾ കാതു കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ അതൃപ്തി രൂപപ്പെട്ടത്? നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ലഭിച്ച ഡേറ്റ എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ വിശകലനത്തിൽ ഈ അതൃപ്തിക്ക് പ്രധാനമായും 4 കാരണങ്ങളാണ് കണ്ടത്. ഒന്നാമത്തേത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം. രണ്ടാമത് ഗൾഫിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെ എത്തിയവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. മൂന്നാമത് ക്ഷേമ പദ്ധതികൾ വൈകുന്നതിലുള്ള ഒരുതരം മടുപ്പ്. നാലാമത്തേത് വർഷങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ. ഇതൊന്നും വെറും സാങ്കല്പികമായ കാര്യങ്ങളല്ല. കിഴക്കേ കല്ലട പഞ്ചായത്തിലെ ഒരു സാധാരണക്കാരന്റെ വാക്കുകളാണിത്. ഉയർന്ന പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം, മഴക്കാലത്തെപ്പോഴും പോകുന്ന കറണ്ട്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഭരണത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രശ്നങ്ങൾ അവിടെയും തീരുന്നില്ല. കൃത്യമായി വരാത്ത ബസ്സുകൾ, സർക്കാർ ആശുപത്രികളിലെ തിരക്ക്, ശാസ്താംകോട്ട കായൽ മലിനമാകുന്നത്, കല്ലടയാറ്റിൽ മാലിന്യം തള്ളുന്നത്, പൂർത്തിയാക്കാത്ത ഗ്രാമീണ റോഡുകൾ, ഇതെല്ലാം ചേരുമ്പോഴാണ് ജനങ്ങളുടെ അതൃപ്തി അതിന്റെ പാരമ്യത്തിലെത്തുന്നത്. അപ്പോ ജനങ്ങളുടെ ഈ അവസ്ഥ മനസ്സിലാക്കി രാഷ്ട്രീയ മുന്നണികൾ എന്ത് തന്ത്രമാണ് പയറ്റിയത്? അവർ എങ്ങനെയാണ് വോട്ടർമാരെ സമീപിച്ചത്? കുന്നത്തൂരിലെ കളത്തിൽ പ്രധാനമായ 3 കളിക്കാരാണ്. ഭരണത്തിലുള്ള LDF, പ്രധാന എതിരാളികളായ UDF, പിന്നെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയും. ഈ രാഷ്ട്രീയ തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങളൊരു ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. പേരുകേട്ട ആശയക്കുഴപ്പമൊന്നും വേണ്ട, ഇത് പുരാണവുമായിട്ടൊന്നും ബന്ധമില്ല. രാഷ്ട്രീയ സന്ദേശങ്ങളെ 4ആയി തിരിക്കുന്ന ഒരു അനാലിസിസ് രീതി മാത്രമാണിത്. BJP സാധാരണയായി ഒരു അഗ്രസീവ് ദേശീയതയിലൂന്നിയ പ്രചാരണമാണ് നടത്താറ്. ഭരണകക്ഷിയായ LDF സ്ഥിരതയും ക്ഷേമ പദ്ധതികളും ഭരണ തുടർച്ചയും ഉയർത്തിക്കാട്ടി. ഇതിനെ നമുക്ക് കണ്ടിന്യൂറ്റി സ്ട്രാറ്റജി എന്ന് പറയാം. മറുഭാഗത്ത് UDF 2 തരം സന്ദേശങ്ങൾ നൽകി. ഒന്ന്,
പുതിയ ആശയങ്ങളും വികസനവും. 2 ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണം. അപ്പോൾ കുന്നത്തൂരിലെ പൂർത്തിയാക്കാത്തൊരു റോഡിനെക്കുറിച്ച് പറയുമ്പോൾ ഭരണകക്ഷിയുടെ സ്ഥിരത എന്ന വാഗ്ദാനത്തെ ചോദ്യം ചെയ്യാനും പുതിയ പദ്ധതി എന്ന ആശയം മുന്നോട്ട് വയ്ക്കാനും പ്രതിപക്ഷത്തിന് കഴിയുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, രാഷ്ട്രീയ തന്ത്രങ്ങളും മനസ്സിലാക്കി. ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി? ഈ ഡേറ്റ നമ്മളോട് എന്താണ് പറയുന്നത്? നഷ്ടപ്പെട്ടുപോയ ഈ വിശ്വാസം എങ്ങനെ തിരിച്ചുപിടിക്കാം? ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഭരണത്തിലുള്ള വിശ്വാസം പുനർനിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഡേറ്റ അനാലിസിസ് മുന്നോട്ട് വയ്ക്കുന്നത് 3 കാര്യങ്ങളാണ്. 1 മൺട്രോത്തുരുത്ത് പോലുള്ള കായലോര പ്രദേശങ്ങളിലെ ജനങ്ങൾക്കു വേണ്ടി ഒരു ഉപജീവന നിധി. 2 ഗ്രാമീണ റോഡുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ളൊരു പ്രത്യേക മിഷൻ. 3 ആരോഗ്യ കേന്ദ്രങ്ങളിലും മാർക്കറ്റുകളിലും അടിയന്തര ശ്രദ്ധ കൊടുക്കുന്നൊരു എസൻഷ്യൽ സർവീസസ് ബ്ലിറ്റ്സ്. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കുകയും അവരുടെ അനുവാദം വാങ്ങുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പുതിയ നിയമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് കുന്നത്തൂരിലെ ഡാറ്റ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: തെരഞ്ഞെടുപ്പുകളിലെ വിജയം കിടക്കുന്നത് വലിയ വാഗ്ദാനങ്ങളിലല്ല, മറിച്ച് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ്. കുന്നത്തൂരിലെ ആ 2790 വോട്ടുകൾ ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ എത്ര വ്യക്തമായാണ് വരച്ചുകാട്ടിയതെന്ന് നമ്മൾ കണ്ടു. അതൊരു വെറും സംഖ്യയല്ല, മികച്ച ഭരണത്തിനുള്ളൊരു മാർഗരേഖയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ കണക്കുകൾക്ക് എന്തെല്ലാം കഥകളായിരിക്കും പറയാനുണ്ടാവുക. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പീപ്പിൾ-സെൻട്രിക് ലീഡർ ആൻഡ് അപ്ലിഫ്റ്റ് യുവർ കോൺസ്റ്റിറ്റ്യുവൻസി, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 8042041602. Purpose Beyond Politics.